മനസ്സ് ഭാഗം 3. ജീവന് അനുഭവവേദ്യവും അല്ലാത്തതുമായി പ്രപഞ്ചത്തിലുള്ള എന്തും ക്രമീകൃതമായി പ്രവർത്തിക്കാൻ കാരണമായ ഊർജത്തിൻ്റെ തനത് സ്വഭാവം തന്നെയായ മനുഷ്യമനസ്സ് പോലെ തന്നെയാണ് അല്പമാത്രമെങ്കിലും മറ്റ് ജീവികളിലും നിന്ന് പ്രവർത്തിക്കുന്ന മനസ്സ് എന്നത്. സൂക്ഷ്മതരമായ ജീവൻ എന്ന കേന്ദ്രീകൃതമായ നിലനിൽപ്പിന് വിധേയമായി പ്രവർത്തിക്കുന്ന മനസ്സിന് അതിൻ്റെ സഞ്ചാരത്തിലൂടെ പ്രപഞ്ച മനസ്സിൻ്റെ പരിധിക്കപ്പുറം എവിടെയെങ്കിലും ചെന്നെത്താൻ പറ്റാത്തതും ആകുന്നു. ഇന്ന് അറിയുന്ന പ്രപഞ്ച വിശാലതയ്ക്ക് ഒരു പരിധി കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് പ്രപഞ്ചത്തിൽ എങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിവരണാതീതമായ ശക്തിവിശേഷമുള്ള മനസ്സ് എന്ന കാരണപൂർണാവസ്ഥയായ ഊർജവിനിമയ നിമിത്തം ജീവൻ സാധിച്ചെടുക്കുന്ന പ്രവർത്തന വിജയം എത്തി നിൽക്കുന്ന പരിധി എന്നോ അവസ്ഥയെന്നോ മാത്രമേ പരിഗണിക്കാനാവുകയുള്ളൂ. ഒരൊറ്റ രൂപമായി സങ്കല്പിക്കാനാവുന്ന പ്രപഞ്ചത്തിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തിനെയെങ്കിലും സങ്കല്പത്തിലൂടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഗ്രഹങ്ങളും സൗരയൂഥങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും എന്നതുപോലെ പ്രപഞ്ചാതീതമായി നിലകൊള്ളുന്ന അത്യതീവ സൂക്ഷ്മശേഷിയുടെ ഒരവസ്ഥ തന്നെ ആകുന്നു എന്നേയുള്ളൂ. ഒരു പ്രകാശകണവും സൂര്യഗോളവും തമ്മിലുള്ള വലുപ്പത്തിൻ്റെ അന്തരം മനസ്സിൻ്റെ അത്യതീവ സൂക്ഷ്മതയ്ക്കും പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മതയ്ക്കും തമ്മിൽ ഉണ്ടാവാം എന്ന് വിചാരിക്കുന്നതിലും തെറ്റില്ല. പ്രകാശം മനുഷ്യസങ്കല്പത്തിലെ ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ തക്ക ശേഷിയുള്ളതാകുന്നുവെങ്കിൽ, കണക്കാക്കാൻ പറ്റാത്ത വേഗമുള്ളതും എല്ലായ്പ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തും സാധ്യത പോലെ എത്താൻ പ്രാപ്തിയുള്ളതും ആകുന്നതുകൊണ്ട് അന്ധകാരവും ഖര ദ്രവ വാതക രൂപങ്ങളും പ്രകാശവും എല്ലാം ചേർന്ന അവസ്ഥകളുടെ പൊതുവായ കാരണോർജവും അത്യതീവ സൂക്ഷ്മത നിമിത്തം എല്ലാറ്റിലും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നതും കണ്ടക്റ്റിവിറ്റിയുടെ പരമോന്നത പൂർണ്ണാവസ്ഥയും എന്തിൻ്റെയും എല്ലാറ്റിൻ്റെയും പരിപൂർണതയുമാകുന്നു മനസ്സ് എന്ന സമ്പൂർണമായ കാരണോർജാവസ്ഥ. പ്രപഞ്ചത്തിലെ അതീവ സങ്കീർണ പ്രതിഭാസമായ മനസ്സിനെക്കുറിച്ച് മനസ്സിനു തന്നെ അറിയാൻ പ്രാപ്തമാവുന്ന ജീവന്റെ ശേഷിയാണ് മനുഷ്യാവസ്ഥ എന്നത്. ജീവനിൽ സംഭരിതമായി തീരുന്ന അനുഭവങ്ങളുടെ വൈവിധ്യങ്ങൾക്ക് ഒത്തവണ്ണം വളരുന്ന ജീവന്റെ ആവശ്യങ്ങൾക്കൊത്ത് മനസ്സിൻ്റെ പ്രവർത്തനം പല സമയത്തും പലത് എന്ന് പറയാവുന്ന വിധത്തിലായി വ്യത്യസ്തത പ്രാപിച്ച് വരികയും ചെയ്യുന്നു. രൂപത്തിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥ എന്ന് പോലും പറയാനില്ലാത്ത അത്യതീവ സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ജനിച്ചു വളരുന്നു എന്നതുപോലെ തന്നെ മനസ്സിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും അവസ്ഥകളും ജീവന്റെ പ്രവർത്തനങ്ങൾ വഴി രൂപങ്ങളായി വളർന്ന് വികസിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനും കൃത്യതയ്ക്കുമായി വികസിച്ചു വരുന്ന മനസ്സിൻ്റെ അവസ്ഥാവിശേഷമായിട്ടാണ് ജീവനിൽ ബുദ്ധി ഉദയം ചെയ്യുന്നതും വികാസം പ്രാപിക്കുന്നതും. എന്നാൽ ബുദ്ധിയുടെ വികാസവും പ്രവർത്തനങ്ങളുടെ വൈപുല്യവും മഹത്വവുമെല്ലാം ജീവന്റെ ശേഷിക്ക് ആനുപാതികമായി മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു. മനസ്സിനെയും അതുവഴി ജീവനെയും നിരന്തരം പ്രതിബന്ധങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിധേയമാക്കി അതിജീവിപ്പിച്ചുകൊണ്ട് അത്യതീവ സൂക്ഷ്മശേഷിയായ ജീവന്റെ വികസനം സാധ്യമാക്കുക എന്നത് പ്രാപഞ്ചികമായ ആത്യന്തിക ലക്ഷ്യം ആയതിനാൽ മനസ്സ് കണ്ടെത്തുന്ന അനുഭവങ്ങളെ വേർതിരിച്ചറിഞ്ഞ് ജീവപ്രവർത്തനങ്ങൾക്ക് വൈപുല്യവും കൃത്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ബുദ്ധിവികാസം അനിവാര്യമായിത്തീരുന്നു. ജീവകാരണശേഷിയോളം എത്തുന്ന ജീവന്റെ വികാസം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം നിമിത്തമായി പ്രപഞ്ചത്തിൽ ഏറിയും കുറഞ്ഞും ജീവന്റെ ആർജിത ശേഷിക്കൊത്ത് മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും മനസ്സിൻ്റെ തന്നെ ഉൽപ്പന്നമായ ബുദ്ധി ജീവപ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം ശരീരം കൊണ്ട് സാധിക്കാത്തതാണെങ്കിൽ പോലും മനസ്സിൻ്റെ പ്രപഞ്ചസഞ്ചാരം ജീവനെ സംബന്ധിച്ചിടത്തോളം കാരണശേഷിയിലേക്ക് എത്തിപ്പെടേണ്ടുന്ന വഴിയിലെ അനിവാര്യത മാത്രമാകുന്നു.
പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ രൂപങ്ങളും ചലനതരമായ പ്രവർത്തനങ്ങളുമായി സങ്കല്പാവസ്ഥയിലുള്ള നിയന്ത്രണത്തിന് വിധേയമായി നിലകൊള്ളുന്നു എന്നതാണ് കാരണം. പ്രാപഞ്ചികവും ചലനാത്മകവുമായ സകലത്തിലും ഊർജമായി നിലകൊള്ളുന്ന സങ്കല്പത്തിൻ്റെ അല്പമാത്ര ഭാവമായ മനസ്സിനും ജീവശരീരത്തിൽ ഇരുന്നുകൊണ്ട് സഞ്ചരിക്കാതിരിക്കാൻ ആവുന്നില്ല. ഒരേ കാര്യം തന്നെ പല അവസ്ഥകളിലായിരിക്കുന്ന ജീവനുകൾക്ക് വ്യത്യസ്ത താൽപ്പര്യങ്ങളും ആവശ്യങ്ങളുമായി നിലകൊള്ളുന്നു. എന്നാൽ ഒരു വലിയ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ ഉയർന്ന ശേഷിയാർജിച്ച ജീവന് സാധിക്കുന്നുവെങ്കിലും അത്രത്തോളം എത്താത്ത ജീവനുകൾക്ക് ആ ലക്ഷ്യപ്രാപ്തി സാധ്യമാവുന്നില്ല. ചെറു ജീവനുകളുടെ ഭാഗമായ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധ്യമാവുന്നില്ലെങ്കിലും ജീവന്റെ ജനിമൃതികൾ കടന്നുപോകുന്ന നിരന്തര പ്രവർത്തനങ്ങളിലൂടെ ശേഷിയുള്ള മനസ്സുകളായി മാറുകയും മുമ്പ് അപ്രാപ്യമായിരുന്ന ലക്ഷ്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തമായി തീരുകയും ചെയ്യുന്നു. ലക്ഷ്യബോധത്തിൻ്റെ ഔന്നത്യവും പ്രവർത്തനങ്ങളുടെ വൈപുല്യവും കൊണ്ട് ജീവന്റെയും മനസ്സിൻ്റെയും വികാസം സാധ്യമാവുന്നു എന്നതിനാൽ മനസ്സിൻ്റെ പ്രപഞ്ചസഞ്ചാരം അഥവാ അസാധ്യമെന്ന് കരുതുന്നവയെ പ്രാപിക്കാനുള്ള വ്യഗ്രതയെ അനാവശ്യം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പ്രവർത്തിക്കാൻ ലഭ്യമാവുന്ന ഓരോ ഘട്ടവും ശേഷിക്കും അവസ്ഥയ്ക്കും യോജിച്ചതാണോ എന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള മനസ്സിൻ്റെ തന്നെ വൈഭവമാണ് വിവേകമുള്ള ബുദ്ധി എന്നത്. മനസ്സ് എന്ന ഏറ്റവുമധികം സങ്കീർണതയുള്ള ഊർജവിനിമയത്തിലൂടെ ശരീരത്തോട് ഒപ്പമല്ലെങ്കിൽ തന്നെ ജീവന് ശേഷിക്കൊത്തവണ്ണം പ്രപഞ്ച വിദൂരതകളിലുള്ള സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുന്നതിന് സാധ്യമാവുന്നു എന്നാണ് കാണാനാവുക. ഇവിധം ജീവൻ എന്ന പ്രവർത്തനക്ഷമത ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സുവഴി ഭൂമിക്ക് വെളിയിലുള്ളവയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആവുന്നു. പരിപൂർണതയിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ തന്നെ ജീവിയായിരിക്കുമ്പോൾ ജീവന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും ശേഷിക്ക് ഒത്തവിധം എത്തിപ്പെടുന്നതിന് സാധ്യമാവുന്നുണ്ടെന്ന് ഇവിധം ബോധ്യപ്പെടുന്നതുമാണ്. എല്ലായിടവുമായി മനസ്സുവഴി ബന്ധപ്പെട്ടു നിൽക്കുന്ന ജീവൻ ആ അവസ്ഥയുടെ പ്രത്യേകതകളെക്കുറിച്ച് പരിപൂർണമായി ബോധ്യപ്പെട്ടാലേ ബന്ധപ്പെടൽ ആകുന്നുള്ളൂവെന്ന് ധരിക്കേണ്ടതുമില്ല. ഒന്നിനെക്കുറിച്ച് പരിപൂർണമായി അറിയുക എന്നത് പരിപൂർണതയായിത്തീരുന്ന ജീവന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. വിദൂരത്തുള്ള ഒരവസ്ഥയുമായി ജീവനുള്ള ബന്ധം അഥവാ അറിവ് ശക്തമെന്നോ ദുർബലമെന്നോ മാത്രമേ ഇവിധത്തിൽ പറയാനാവുന്നുള്ളൂ. ഇവിധം ഒരു ജീവന്റെ പ്രകൃതിക്ക് മേലുള്ള സ്വാധീനവും അറിവും ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും നിമിത്തം ശക്തമോ ദുർബലമോ ആയി മാത്രം വരുന്നു എന്ന് കാണാം. ശരീരം എന്ന പ്രവർത്തന ഉപാധി ഭൂമിയുടെ പ്രാതിനിധ്യം തന്നെയും ഭൂമി വിട്ട് ഒന്നും ചെയ്യാനാവാത്തതും ആണെങ്കിലും ജീവൻ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ സഞ്ചാരതരമായ കാര്യങ്ങളിൽ ശരീരം പോലുള്ള നിസ്സഹായാവസ്ഥ ആകുന്നില്ല. അസംഖ്യമായ മനുഷ്യജീവനുകൾ സ്വയമറിയാതെ സ്വന്തം പ്രവർത്തനങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അർത്ഥം നിശ്ചയമില്ലാതെ അടുത്തും അതിവിദൂരത്തുമുള്ള പ്രാപഞ്ചികാവസ്ഥകളുമായി നിരന്തരം ബന്ധപ്പെടുന്ന പ്രതിഭാസങ്ങൾ തന്നെയാണ്. മനസ്സിന് എന്തെങ്കിലും കണ്ടെത്താനാവുമ്പോൾ അത് ജീവന്റെ തന്നെ കണ്ടെത്തലും അറിവും ആയിത്തീരുന്നു. ജീവന്റെ വിദൂര ബന്ധങ്ങൾ നിരന്തരവും അതുകൊണ്ട് തന്നെ അസാധാരണത്വമൊന്നും ഇല്ലാത്തതുമായ അനുഭവവും ആയതുകൊണ്ട് മനുഷ്യന് ജീവന്റെ ഈ അത്ഭുത ശേഷിയെക്കുറിച്ച് ബോധ്യമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. മനസ്സിൻ്റെ നിരന്തരമായ സൂക്ഷ്മ സഞ്ചാരം വഴി പകർന്നു ലഭിച്ചിട്ടുള്ള പ്രേരണകളിലൂടെ സംഭവിച്ചിട്ടുള്ള അന്നേ വരെയുള്ള ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും താൽപ്പര്യങ്ങളും അത് മുഖാന്തരമുള്ള വാസനകളും നിറഞ്ഞ ശേഷിയും സ്വഭാവവുമായി ജീവൻ അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും കാരണമായ അത്യധിക സൂക്ഷ്മശേഷിക്ക് ഒപ്പം എത്താനാവാത്ത മനസ്സ് എന്നും അതിൻ്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച്
ഉയർന്ന മനസ്സും താഴ്ന്ന മനസ്സും ഒക്കെയായി ചിന്തകളുടെ വൈവിധ്യങ്ങളായി പല തട്ടുകളായി നിന്ന് പ്രവർത്തിക്കുന്ന ജീവിതങ്ങളായി സമൂഹമായി ഭൂമിയിൽ നിലകൊള്ളുന്നു. മനുഷ്യജീവികളെല്ലാം പ്രത്യക്ഷത്തിൽ ഒരേ വർഗത്തിൽപ്പെട്ടതായി കാണുന്നുവെങ്കിലും ജീവന്റെ യോഗ്യതയെ വെളിവാക്കും വിധം ഉയർന്ന ചിന്തയും പ്രവർത്തനങ്ങളും അധമ സ്വഭാവവുമൊക്കെ പ്രകടമാക്കി വ്യത്യസ്തരായിരിക്കുകയും ചെയ്യുന്നു. മനസ്സിൽ വ്യാപരിക്കുന്ന വികൃതഭാവങ്ങളും അയഥാർത്ഥങ്ങൾ എന്ന് പറയാവുന്ന രൂപങ്ങളും മറ്റും പ്രപഞ്ചത്തിൽ സ്ഥൂലാവസ്ഥയിലോ സൂക്ഷ്മാവസ്ഥയിലോ ഇല്ലാത്തവയാകുന്നില്ല. ദൃശ്യവൽക്കരിക്കാനാവാത്തതും എടുത്തു കാണിക്കാൻ ഇന്നോളം തെളിവില്ലാത്തതും കാര്യങ്ങൾ വേണ്ടുംവണ്ണം ഗ്രഹിക്കാൻ ആവാത്തതും നിമിത്തം നിഗമനങ്ങളിലെങ്കിലും എത്തിച്ച് നിർത്തുന്നതിന് പോലും സാധിക്കാത്തതായ സൂക്ഷ്മ ലോക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവരൂപമാകുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനം അസാധാരണമാം വിധം സംഭവിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെയാണ് എന്ന് മാത്രം. അസാധാരണമാം വിധം സംഭവിക്കുന്ന അഥവാ പരിചിതമായ നിയമങ്ങൾക്ക് നിരക്കാത്ത ശാരീരിക പ്രവർത്തനം സാമൂഹിക സങ്കല്പങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമാണെന്നും അപകടകരമാണെന്നും മാത്രം തിരിച്ചറിയുക നിമിത്തം മനുഷ്യന്റെ മനസ്സ് കണ്ടെത്തുന്ന അസാധാരണ അനുഭവങ്ങൾ മിഥ്യയാണെന്നും അർത്ഥരഹിതമായ വിഭ്രാന്തിയാണെന്നുമൊക്കെ ധരിക്കാനേ മറ്റു മനസ്സുകൾക്ക് സാധിക്കുന്നുള്ളൂ. അധികം മനുഷ്യ മനസ്സുകൾക്കും അനുഭവമോ ബാധകമോ ആയി വരാതെ ചില മനസ്സുകളെ മാത്രം ബാധിക്കുന്ന അനുഭവങ്ങളെ അസാധാരണമെന്നും ഭ്രമാത്മകമെന്നും വിളിക്കുകയും ചെയ്യുന്നു. ഇവിടെ കണ്ടെത്തലുകളുടെ ശാസ്ത്രത്തിന് സാധ്യമാവുന്ന ഭൗതിക തലത്തിൽപ്പെടുന്ന അറിവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാണുന്ന കാഴ്ചകൾ കാരണങ്ങളെ തിരിച്ചറിയുന്നതിന് പറ്റുന്നതാവുന്നില്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരവും അതിൻ്റെ പ്രവർത്തനങ്ങളും ചുറ്റുപാടുമുള്ള ജീവിതങ്ങളും മറ്റ് അനുഭവ പരിചയങ്ങളും സാമൂഹിക നിയമം എന്ന സങ്കല്പങ്ങളും മാത്രമാണ് ജീവിതം എന്ന ശരിയായ അർത്ഥവ്യാപ്തിയിൽ വരുന്നത്. ജീവനെക്കുറിച്ചുള്ള സങ്കല്പവും ജീവിതം എന്ന കാഴ്ചപ്പാടിന് തുല്യമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ ഇവിധ ജീവിതമെന്നത് ജന്മാന്തരങ്ങൾ കൊണ്ട് പലതായി പലവിധമായി കടന്നു വന്നിട്ടുള്ളതിൻ്റെ ആകത്തുകയുമാണ്. ജീവൻ ഏതെല്ലാം ജന്മങ്ങളിൽ ഏതെല്ലാം കാലത്ത് അസാധാരണമായ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും കടന്നുപോയിട്ടുണ്ടെന്ന് ശേഷി കുറഞ്ഞ മനസ്സിന് കാണാനേ സാധ്യമാവുന്നില്ല.